അല്ലെ? എല്ലാരും കരഞ്ഞിട്ടാണ് വന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കരയാച്ചുണ്ടെങ്കിൽ അത് ആരോഗ്യത്തിനെ ബാധിക്കുമെന്നത് ഉസ്താദ് പറഞ്ഞു. അത് ഡോക്ടർ അനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ എഴുതി വെച്ചതാണ്. കരഞ്ഞു വന്ന നമ്മള് ഇനി പോകേണ്ടത് ചിരിച്ചിട്ടാണ്. നമ്മൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞോ നോക്കിക്കണ്ട മുഴുവൻ ആളുകളും ചിരിച്ചു. ഇനി പരലോക പൗരത്വം സ്വീകരിച്ചുകൊണ്ട് 6 കാലുള്ള കട്ടിലിൽ കയറി 6 അടി മണ്ണിലേക്ക് താകുമ്പോൾ നമ്മൾ വരുമ്പോൾ ചിരിച്ചവരൊക്കെ കരയട്ടെ. അപ്പോ വരുമ്പോ കരഞ്ഞ് നമുക്ക് പോകും, ചിരിക്കാൻ കഴിയും. അതാണ് وفي بسطها عند الممات إشارة ألا فانظروا أني خرجت بلا شيء. ഉമ്മന്റെ ഗർഭാശയത്തിൽ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും കിടന്ന മനുഷ്യ ശാസ്ത്രത്തിന്റെ ഒഴുക്കിനെ പിടുത്തം കൊടുത്തുകൊണ്ട് സ്വാഭാവികമായ പ്രതിഭാസത്തിന്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് കിടന്ന പ്രിയപ്പെട്ട മോനെ, അത് കഴിഞ്ഞ് നീ ഭൂപ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ നീ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ മറ്റുള്ളവരൊക്കെ അപ്പോൾ ചിരിച്ചിട്ടാണ് വരുന്ന സമയത്ത് നിന്റെ 2 കരങ്ങളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നീ വന്നത്. എങ്ങനെ വന്നത്? കുട്ടികൾ വരുന്ന അങ്ങനെയല്ലോ, അങ്ങനെയല്ല. എന്താ അതിന്റെ അർത്ഥം? ഈ പിടുത്തത്തിന്റെ അർത്ഥം എന്താ? ഇവിടെ കൊണ്ടാ ഇവിടെ ഉള്ളത് മുഴുവൻ എനിക്ക് വേണമെന്നാ ഈ പിടുത്തം. ഇങ്ങനെ പിടിച്ചു വന്നവൻ പോകുമ്പോ എങ്ങനെ പോണത്? ഞാൻ അടുത്തതൊക്കെ നീ പിടിച്ചോ, എനിക്ക് വേണ്ട. ഞാൻ അടുത്തൊക്കെ നീ പിടിച്ചോ, എനിക്ക് വേണ്ട. 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്കറും ചൊല്ലി കബറിലേക്കുള്ളൊരു പോക്ക് കൽവിൽ നീ ഓർത്തൊന്ന് നോക്കേ. ടിലാടിയ കുട്ടി പച്ച മണ്ണോട് നീ പിന്നെയൊട്ടി. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയും മെറ്റി. ഒരു ദിനമുണ്ടൊരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. ഞാൻ എപ്പോഴും ആസ്വദിക്കുന്ന ഒരു പാട്ടാണത്. നിങ്ങൾ ചിന്തിക്കുക, ആ പാട്ടിന്റെ പ്രമേയം എന്താണ്? ഞാൻ ഇവിടുന്ന് എന്റെ റൂമിലെത്താൻ, എന്റെ വീട്ടിലെത്താൻ ഏകദേശം ഒരു 5-6 മണിക്കൂർ പിടിക്കും. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീടുകളിലെത്താൻ 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, 6 മണിക്കൂറൊക്കെ പിടിക്കും. പക്ഷേ ഈ ഇരുന്ന ഇരുത്തത്തിന് പരലോകത്തെത്താൻ 1 സെക്കൻഡ് വേണ്ട. അത് അങ്ങോട്ട് വലിച്ചത് ഇങ്ങോട്ട് കിട്ടാതിരുന്ന പേര് മാറി. അങ്ങനെയാണ് ഈ വലിയുണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ട് വലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മയ്യിച്ച് അല്ലേ? കൊടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, കടികിൻ കണക്കിന് ആയോസിൻ തീർച്ച. തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര കാട്ടാം, പിന്നെ കാട്ടം ചുമന്നോര് കോട്ട. പെട്ടെന്ന് ചത്താൽ ചകമെല്ലെ പോട്ട, പറഞ്ഞോടൽക്ക് ബഹുമാനം പൊട്ട. മോനെ മോട്ടായി പോക്ക് മോനെ. അല്ലാ അല്ലാ. സൂര്യനുദിക്കുന്നു, സൂര്യനസ്തമിക്കുന്നു. കടലിലെ തിരമാലകൾ മധുരരാഗ സ്വരസതയിലൂടെ തസ്ബീഹിന്റെ രാഗം പാടുന്നു. അപ്പോഴുമുണ്ട് പക്ഷിപ്പറവകൾ അന്തരീക്ഷത്തിലൂടെ ചെറുത്തടിക്കുന്നു. ഈ കാഴ്ചയെല്ലാം, ഈ മനോഹാരിത തുടിച്ചു നിൽക്കുന്ന മേലാപ്പായ ആകാശവും ഈ പച്ചപ്പായ ഭൂമിയും അനന്തോടി താരകങ്ങളുമില്ല. ഇതെല്ലാം കണ്ടാസ്വദിച്ച അനുഗ്രഹത്തിന്റെ പരദേശി രാജപ്രഭുവായി ജീവിക്കുന്ന മോനെ, നിന്റെ അലച്ചിയുടെ മൂർധാവിൽ പടച്ച തമ്പുരാന്റെ മരണത്തിന്റെ ചാട്ടവാർ പ്രകാരം
ഏറ്റെടുക്കേണ്ടി വന്നാൽ മക്കളെ വിടാ, ഭാര്യമാരോട് വിടാ, ശിഷ്യന്മാരോട് വിടാ, ഉസ്താദുമാരോട് വിടാ, കുടുംബാതിരികളോട് ഉറ്റവരോട് വിടാ. എന്നിട്ട് പരലോക പൗരത്വം സ്വീകരിച്ചുകൊണ്ട് ശാശ്വതീകത്വവാസത്തിന് വേണ്ടി നിന്റെ ക്ഷണികമായ ഐഹിക ജീവിതത്തിലെ ജീവിതോ പരലോകത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന മനുഷ്യ, ആ പരലോകം പോകലോടുകൂടി നിന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭമാണ്. ഇതൊരു കിനാവാണ്, ഇത് സ്വപ്നാണ്, സംശയമാണ്. ഇതൊരു സ്വപ്നാണ്. മനുഷ്യന് എന്ത് വില നിലയുള്ള നിങ്ങൾ ഇരിക്കും എന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മൾ വന്നത് എവിടുന്നാണ്? അവ്വലുഹു നുത്തുഫ, നുത്തുഫയിൽ നിന്നാ വന്നത്. നുത്തുഫ എന്ന് പറഞ്ഞാൽ ബീജം അതിന്റെ അർത്ഥം. എന്തിനാ പറ്റുക? ഷോക്കേസ് കൊണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഈ കണ്ടാൽ അറപ്പുള്ള സാധനത്തിന് മനസ്സിലാവും. ഇനി ഒടുങ്ങണത് എങ്ങനെയാണ്? അതിന്റെ ഇടയിൽ കുറെ കാഷ്ടമൂത്രവും ചിലൊക്കെ താങ്ങിക്കുന്ന ഒരു ടാങ്കി. വേറെന്താ? അതുകൊണ്ടാ ജീവൻ പോയ മനുഷ്യന്മാര് പറഞ്ഞത് വേഗം കൊണ്ടേച്ച് മറയിതാളിൽ കാത്തു കണ്ടാന്ന്. എന്താ കാത്തുന്നാലെന്നറിയോ? കാത്തുന്നാൽ ആ മഹലിൽ കുട്ടികൾക്ക് തൊട്ടിലേക്ക് എടുക്കാൻ പറ്റൂല, കാറ്റടിച്ച വാസന ചുട്ട്. അതാണ് ഞാനും. അള്ളാഹു നമുക്ക് തൗഫീഖ്, ദീർഘായുസ് കൊണ്ട് തൗഫീഖ് നൽകട്ടെ. ഒന്ന് നല്ല ആമീൻ പറയും. ലാസ്റ്റ് ദുആ കഴിഞ്ഞിട്ട് അത്യാവശ്യമുള്ളവർക്ക് പോവാൻ ഞാൻ വളരെ പെട്ടെന്ന് നിർത്തും. സമാപന ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പിരിയുക. വളരെ ദൂരേന്ന് വന്നതല്ലേ. ഞാൻ പറഞ്ഞു എനിക്കിന്ന് 2 പരിപാടി ഉണ്ട്, രണ്ടും ആചാര നാട്ടുകാരും ഒഴിവാക്കി. സംഘാടകർ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം പറയാൻ എനിക്ക് വരാൻ പറ്റൂല. പിന്നെ ഈ കാസർഗോഡ് നിന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു. നിങ്ങൾ കരുതിയ ആളെ നാട്ടുകാരല്ല, നിങ്ങൾ ഓട്ടത്തിൽ മാമച്ചന്റെ വീട്ടിലാണ്. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് രണ്ടും മുടക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാ. നിങ്ങൾ ഇടയിൽ നീച്ച് പോയാൽ ഞാൻ പെട്ടെന്ന് നിർത്തും. അപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ നിർത്തും. സമാപന ദ്വായിൽ എല്ലാവർക്കും പിരിക്കാം. ഞാൻ ഈ പറയുന്നത്, ഞാൻ ചരിത്രം പറയാ, വാത് പറയാ, ഞാൻ ഈ പറയുന്ന ബേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. മനുഷ്യന്റെ നിലവാരങ്ങളും ഒക്കെ അല്ലേ? ബീജത്തിൽ നിന്ന് തുടങ്ങി ശവായി ഒടുങ്ങി അതിന്റെ ഇടയിൽ കുറെ നജസ് വഹിച്ചു നിൽക്കുന്ന ഒരു പെട്ടി. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യൻ ക്ഷണികമായ ഒരു ജീവിതം, ഒരു ഇക്കിളിയാണ് ദുന്യാവ്. ദുന്യ എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം മുത്താലിങ്ങൾക്ക് അറിയാം. അതിനാണുള്ള തഫ്സീറിന്റെ മുഅന്നസാണ്. വളരെ കുറച്ച് അതിന്റെ അർത്ഥം, വളരെ കുറച്ച്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ണടച്ച് പോവാണ് പരലോകത്ത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വിഷാംശം തടുക്കാൻ കഴിയാതെ സൂര്യാഘാതമേറ്റുകൊണ്ട് കേരളക്കരയിൽ എത്ര ചെറുപ്പക്കാരാ പുറംപള്ളിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മോനെ, ഇന്ന് അങ്ങകളെ കാണുന്ന ഈ സൂര്യനെ മനുഷ്യന്റെ തലയോട്ടിയോടൊരു സുറുമ കൊള്ളിയുടെ അകലത്തിൽ മാത്രം അള്ളാഹു അടുപ്പിച്ചു നിർത്തിയ ഒരു നൂല് കൊണ്ട് പോലും നാണം മറക്കാനില്ലാതെ കോടികളായ പടപ്പുകള് ചെരുപ്പ് ധരിക്കാതെ മഹ്ശറിൽ അതാ ഒരുമിച്ച് കൂടിയ മനുഷ്യന്റെ മൂർധാവിനോടൊരു ചാനല്ലെങ്കിൽ ഒരു സുറുമാ കൊള്ളിയുടെ അകലത്തിൽ മാത്രം അടുപ്പിക്കപ്പെട്ട സൂര്യന്റെ നേരെ ചുവട്ടില് പ്ലാസ്റ്റിക്കിന്റെ ഒരടക്കത്ത് വെച്ചാൽ ഉരുകുമ്പോൾ മനുഷ്യന്മാരുടെ തലയോട്ടി പൊട്ടിയിട്ട് ഉരുകിയിട്ട് തലച്ചോറ് ഉരുകി ഒരുക്കുമ്പോൾ ആ ജീവിതത്തെ കുറിച്ച് ഓർക്കാനും വേണ്ടി ചെറുപ്പക്കാരാ ഒരു സമയം. ഇത് ഞാൻ പറഞ്ഞതല്ല, കടങ്കഥ പറയില്ല, നാളെ വരാൻ പോകുന്ന യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത്. ഇത് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, ഈ എന്താ അല്ല, ഞാൻ വണ്ടിയിലൊക്കെ കയറിയ AC ഓഫാക്കിയ ഡ്രൈവറെ ചീത്ത അറിയില്ല. ഈ സൂര്യനെ ഒരു സുറുമന്റെ കൊള്ളി ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ, അത് തലമച്ചാണ്ട് തട്ടും സൂര്യൻ അത്ര അടുപ്പിച്ച് നിർത്തും. എന്നിട്ട് ഇങ്ങനെ നിൽക്കാണ്, തുണി എടുക്കാതെ കുപ്പായിടാതെ. ആദ്യമായി മഹ്ശറിൽ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ ചിലർക്ക് വന്നു, അപ്പൊ മുസ്തഫ നബി വസ്ത്രം ഊരിനില്ല, നല്ലത് എടുപ്പിക്കുക. ഊരിന് പ്രശ്നമില്ല, ദയിച്ചൂരി ആൾക്കാർക്ക് ധരിപ്പിക്കുന്ന വർത്താനാ പറഞ്ഞത്. മുസ്തഫ നബിയിൽ പെടൂല. കാരണം
Muhammad Mustafa, not the history of the person, history of the world. Muhammad Mustafa. ഇതൊരു വ്യക്തിയല്ല, ഒരു പ്രപഞ്ചമാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തുണി ഒരു പ്രശ്നമില്ല. അന്നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ലാ അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ലാ അലൈഹി. അല്ലാഹ് 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 മുഹമ്മദ് മുസ്തഫ. എനിക്ക് വിഷയം പറയാൻ സമയമില്ല, കാരണം 10 സലാത്തുകൾ ചെല്ലണം. അതിന്റെ കമ്മീഷൻ നമുക്ക് രക്ഷപ്പെടണം. ഉറക്ക സലാത്ത് മുഹമ്മദ് മുസ്തഫ. മക്കയിൽ ഉദിച്ച പ്രഭയെ, മദീനയിൽ നിദ്ര കൊള്ളുന്ന നിലാവേ, വിശ്വമാനവികാതയുടെ വിമോചന ഗീതമേ, പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പൂങ്കവര്, മനുഷ്യ പ്രപഞ്ചത്തിലെ നായക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ മഹ്ശറയിലെ ഭീതിദാരംഗം അവതരിപ്പിക്കുകയാണ്, ദീപസകാന്തരീക്ഷം സമർപ്പിക്കുകയാണ്. മനുഷ്യകോടികൾ ഹിസാബില്ലാതെ കൊല്ലങ്ങളോളം 50,000 കൊല്ലം മഹ്ശറിലെ മർദ്ദന, തണ്ടന, താടന, പീഡനത്തിന് പാത്രീഭവിച്ചുകൊണ്ട് കഴിയുകയാണ്. ആ സമയത്ത് 7 വിഭാഗം ആളുകൾക്ക് പടച്ചവൻ അവിടെ AC സംവിധാനിക്കുന്നതാണ്, അർശിന്റെ നിഴല് കൊണ്ട് ആദരിക്കുന്നതാ. അതിൽ ഒരു വിഭാഗം ആരാ? ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മാർഗത്തിലായി ഭയത്തോടെ പടച്ചതമ്പുരാനെ വഴിപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടെ തഖ്വായോടെ ജീവിച്ച ചെറുപ്പക്കാരൻ അർശിന്റെ നിഴലിലാ മുഹമ്മദ് മുസ്തഫ. ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെ അല്ലാഹു തആല നമ്മളൊക്കെ കയ്യിൽപ്പെടുത്തട്ടെ. ആമീൻ. അവിടെ അർശിന്റെ നിഴല് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ചെറുതൊന്നല്ല. അല്ലാഹു തആല നമ്മളെ സലാമത്താക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മള് ഈ ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളിൽ കുടുങ്ങിയിട്ട് മതിമറന്നൊരു ജീവിതമായിരുന്നുള്ളത്. ഇന്ന് നിങ്ങൾ പേപ്പർ വായിച്ചാൽ അറുപ്പുളകാവുന്ന റിപ്പോർട്ടുകളാണ് നമ്മെ തേടിയെത്തുന്നത്, അല്ലെ? എന്റെ നാടായ തിരൂരാണ് ഉമ്മാന്റെ മടിയിൽ കിടന്നിറങ്ങണം 3 വയസ്സായ പെൺകുട്ടി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഞാൻ ഇവിടെ വന്നപ്പോഴും എന്നോട് 1-2 ആളുകൾ ചോദിച്ചു എവിടെ സ്ഥലം. ഞാൻ പറഞ്ഞ മലപ്പുറം എന്നാണ്. മലപ്പുറം പറഞ്ഞാണ്. പിന്നെയും ചോദിച്ചു മലപ്പുറത്ത് എവിടെയെന്ന്. അപ്പോഴാണ് പറഞ്ഞത് തിരൂരാണ്. അങ്ങനെ തിരൂരെന്ന് പറയാൻ വയ്യാത്ത പോലെ. ഉമ്മാന്റെ മടിയിൽ കിടന്നുറങ്ങണ 3 വയസ്സായ പെൺകുട്ടിയാണ്. 3 വയസ്സായ പെൺകുട്ടി. ഇന്ന് 5 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവനെയാണ് പിടിക്കപ്പെട്ടത്. ഇതിപ്പോ ഒരു വലിയ ആഘോഷം പോലെ, ഒരു പ്രവാഹം പോലെ ലോകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ ചെറുപ്പക്കാരെ പരിശോധിച്ചാൽ പരലോകത്തിന്റെ യാതൊരു ബോധമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഉണ്ടല്ലേ? നിങ്ങൾ ഈ നാട്ടിലൊക്കെ വന്നപ്പോ ഒരുപാട് ചെറുപ്പക്കാരെ തലയിലൊക്കെ തൊപ്പി കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇസ്ലാമിക വേഷവിധാനം കാണുന്നുണ്ട്. എന്നാലും മുസ്ലിം ചെറുപ്പക്കാരെ ഇപ്പൊ അങ്ങ് നോക്കിയാൽ ഒരു മുസ്ലിമാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഞാൻ അല്ലെ, ഒരു മുസ്ലിമാന്ന് പറയാൻ പറ്റൂല. മുടിമക്കൊക്കെ ശരിക്കും നോക്കിയാല് അല്ലെ, എല്ലാ ഭാഗവും ചെത്തിയിട്ട് എലി അപ്പം കടിച്ച പോലെ ആക്കി വെച്ച, സൈഡൊക്കെ ഇങ്ങനെ ചെത്തിയിട്ട് നടുവില് വൈക്കോൽ കൊണ്ട് ഏറ്റിച്ച മതി. ഇത് ജൂതന്റെ കട്ടിങ്ങാണ്. മോനെ പഠിച്ചോ, ഇത് ജൂതന്റെ കട്ടിങ്ങാണ്. ജൂതന് വേണ്ടി കൊടുത്തു. നിന്റെ കൈയിന്റെ തലപ്പത്തതാ ചരട്. ഇതാർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ട മോനെ? ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാ നീ നിന്റെ പാൻഡെല്ലാം മൂലയിൽ നിന്ന് കീഴോട്ട് താഴ്ത്തിയിട്ട് എവിടെയൊന്ന് തടഞ്ഞു വെച്ചത്? എന്തിനു വേണ്ടിയാ നീ ചിന്തിക്കണം, കണ്ണു തുറക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് തലയിൽ നിന്ന് ഇസ്ലാമിക സംസ്കാരം നഷ്ടപ്പെടുകയാണ്. കയ്യിൽ നിന്ന് ഇസ്ലാമിക സംസ്കാരം നഷ്ടപ്പെടുകയാണ്. പാൻറിൽ നിന്ന് ഇസ്ലാമിക സംസ്കാരം നഷ്ടപ്പെടുകയാണ്. നെരിയാണി മറച്ചുകൊണ്ട് ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ആർക്ക് വേണ്ടിയാണ് ഈ സംസ്കാരത്തെ പേറുന്നത്? മഅദല്ലാഹ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെല്ലാം മറിച്ച് പടച്ച തമ്പുരാന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാൽ അസ്സലാ ഹയ്യാൽ ഫലാ എന്ന വിളിയാളം മുഴങ്ങിയാൽ ഭക്ഷണം തരുന്ന അല്ലാഹ്, വെള്ളം തരുന്ന അല്ലാഹ്, ഓക്സിജൻ തരുന്ന അല്ലാഹ്,
വിളിച്ചു നിർത്തുന്ന അല്ലാഹ് അവന്റെ ഭവനത്തിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന തിരിച്ചറിവോട് പടച്ചവന്റെ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നവനില്ല. കഞ്ചാവിൽ നിന്ന്, പാമ്പരാഗിൽ നിന്ന്, ഹാൻസിൽ നിന്ന്, വോഡ്കയിൽ നിന്ന്, കൈനയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട്, ലഹരി ഉൽപ്പന്നങ്ങളിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദിക്റുമായി സ്വലാത്തുമായി നടക്കുന്ന ചെറുപ്പക്കാരനില്ല. അവൻ പരലോകത്തെ ഭീതിയുടെ സമയത്തിനടലിലാണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല നമ്മളെ കുട്ടികൾക്ക് കൊടുക്കട്ടെ. ആമീൻ. മനുഷ്യന്റെ ഒരു പോക്കാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യൻ വന്നത്, ഞാൻ വളരെ പെട്ടെന്ന് ഒറ്റ ആയത്തിന് അർത്ഥം വെച്ചുകൊണ്ട് നിർത്താം. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മണ്ണിന്റെ സത്തയിൽ നിന്ന് പിറവിയെടുത്ത മനുഷ്യൻ, മണ്ണിന്റെ സത്തയിൽ നിന്നാണ് നമ്മൾ വന്നത് അല്ലേ? ആർക്കൊരു സംശയമുണ്ടോ? നാളെ ഒരാൾ ചോദിച്ചു, ഈ ക്ലോണിംഗ് ഒക്കെ കണ്ടുപിടിച്ച യുഗത്തിലൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ? കാരണം ക്ലോണിംഗ് കോശത്തിൽ നിന്നല്ലേ എന്ന് പറഞ്ഞു. ക്ലോണിംഗ് ഉദ്ഘാടനം ചെയ്തത് ഇയാൻ വിൽമിട്ടാണ്, കോശത്തിൽ നിന്നാണ്. പിന്നെ എല്ലാവരും മണ്ണിന്റെ സത്തയിൽ നിന്നാ വന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ഉൾക്കൊള്ളാം എന്ന് പറഞ്ഞു. സത്യത്തിൽ എന്താ സംഭവം? ക്ലോണിംഗ് അത് കോശത്തിൽ നിന്നാണ് എന്നത് ശരിയാണ്. പക്ഷെ കോശം കിട്ടിയത് എവിടുന്നാണ്? ഈ കോശം കിട്ടിയത് എവിടുന്നാണ്? മനുഷ്യന്റെ ശരീരത്തിൽ നിന്നാണ്. മനുഷ്യന്റെ ശരീരം വന്നത് എവിടുന്നാണ്? ചിന്തിക്കണം. മനുഷ്യന്റെ ശരീരം വന്നത് എവിടുന്നാണ്? ശുക്ലത്തിൽ നിന്നാണ്. ശുക്ലം ഉണ്ടായത് മജ്ജയിൽ നിന്നാണ്. മജ്ജ ഉണ്ടായത് അസ്ഥിയിൽ നിന്നാണ്. അസ്ഥി ഉണ്ടായത് മാംസത്തിൽ നിന്നാണ്. മാംസം ഉണ്ടായത് മേധസ്സിൽ നിന്നാണ്. മേധസ് ഉണ്ടായത് രക്തത്തിൽ നിന്നാണ്. രക്തം ഉണ്ടായത് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ്. അതുണ്ടായത് മണ്ണിൽ നിന്നാണ്. ഏത് ക്ലോണിംഗ് വന്നാലും ഖുർആൻ മാറ്റാൻ പറ്റില്ല. قد خلقنا الإنسان من سلالة من طين. മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. പിന്നെ കേട്ടോ, ثم جعلناه نطفة في قرار مكين. പിന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നമ്മൾ ആ ശുക്ലത്തെ വെച്ചിരിക്കുന്നു. ثم خلقنا النطفة علقا. പിന്നെ ആ ബീജത്തെ നാം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രക്തപിണ്ഡമാക്കി. സുബ്ഹാനല്ലാഹ്. ثم خلقنا العلقة مضغة. പിന്നെ ആ രക്തപിണ്ഡത്തെ നാം ചവച്ചരക്കപ്പെട്ടതുപോലെയുള്ള മാംസപിണ്ഡമാക്കി. ഖുർആന്റെ ഓരോ പ്രയോഗങ്ങളും ശ്രദ്ധിക്കണം. മുദ്ഗത്ത് എന്ന് പറഞ്ഞാല് വായിലിട്ട് ഇങ്ങനെ ചവച്ച് തുപ്പിയ മാംസത്തിനാ പറയാം. മൂന്നാം ഘട്ടം, ഭ്രൂണത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് അത് ഉപയോഗിച്ചത്. ഇപ്പൊ ഡോക്ടർമാര് പറയുന്നുണ്ട്, ഭ്രൂണത്തിന്റെ 3-ാം മാസം ഈ ഭ്രൂണത്തെ പരിശോധിച്ചാൽ വായിലിട്ട് ചവച്ച് തുപ്പിയ മാംസം പോലെയാണ്. ഇത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലും ഭ്രൂണശാസ്ത്രം പഠിക്കാത്ത, ഒരു മെഡിക്കൽ കോളേജിന്റെ വരാന്ത പോലും കാണാത്ത നിരക്ഷരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ പറഞ്ഞത് എന്ന് ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന അതേ കാര്യം എങ്ങനെയാണ് ഒറ്റ പ്രയോഗം കൊണ്ട് ലോകത്തെ കേൾപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. തുറക്കെ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയാണ്, പോരാ. ثم خلقنا المضغة عظاما. പിന്നീട് മുദ്ഗത്തിനെ നാം ഇളാമാക്കി ഇല്ലാക്കി. فكسونا العظام لحما. പിന്നെ അസ്ഥിയെ മാംസം കൊണ്ട് കവർ ചെയ്യുകയാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ വേറൊരു പണി കിട്ടിയില്ല. എന്താന്ന് പറഞ്ഞില്ല. കാരണം ആ സമയത്താണ് റൂഹിന്റെ ടച്ച്. റൂഹിന്റെ ടച്ച് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പറഞ്ഞേ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. അവിടെ നമ്മുടെ വിഷയം സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ മരിച്ചു പോകും, ഉറപ്പല്ലേ? ഈ പറഞ്ഞത് വരെ ശാസ്ത്രത്തിന് ഖുർആന്റെ കൂടെ നിൽക്കാൻ പറ്റി. ഇതൊക്കെ ശരിയാന്ന് പറഞ്ഞു. ഈ മരണം വരെ ശാസ്ത്രം അംഗീകരിച്ചു. പിന്നെ ഖുർആൻ ഒന്നുകൂടെ പറഞ്ഞു. അതില് മോഡേൺ സയൻസും ഖുർആനും തമ്മിൽ ഹാദാ ഫറാഖു ബൈനി വബൈനിക് വിട്ടുപിരിഞ്ഞു. ഏതാണത്? സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. പിന്നെ പരലോകത്ത് നിങ്ങൾ എല്ലാരെയും നമ്മൾ രണ്ടാമത് സംഘടിപ്പിക്കപ്പെടുന്നു. അവിടെ പറയുന്നത് അവിടേക്ക് നമ്മൾ ഇല്ല. ഇതൊക്കെ ശരിയാണ്. ഇങ്ങനെ കൂടെ കൂടെ വന്നാൽ ഇനി അതുകൂടെ അങ്ങ് അംഗീകരിച്ചാ പോരെ? ഇതെല്ലാം ഖുർആൻ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്. എന്നാ ഇനി അവസാനം ഖുർആൻ ഇതിനു വേണ്ടി അതൊക്കെ പറഞ്ഞ് അതും അങ്ങ് സ്വീകരിച്ചാൽ കാര്യം കഴിഞ്ഞല്ലോ. പക്ഷേ അവിടെ സ്വീകരിക്കുന്നില്ല. എന്ത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു യാഥാർത്ഥ്യമാണ് പരലോകം, ഒരു സംശയവും വേണ്ട.
മനുഷ്യൻ ജനിച്ചത് മരിക്കാനാണ്, മനുഷ്യൻ ജീവിക്കുന്നത് മരിക്കാനാണ്, മനുഷ്യൻ മരിക്കുന്നത് ജീവിക്കാനാണ്. സംശയം വേണ്ട, മനുഷ്യൻ മരിക്കുന്നത് ജീവിക്കാനാണ്. ഈ മരണത്തോടുകൂടി തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളൊന്ന് ചിന്തിക്കണം. എത്ര ചെറുപ്പക്കാരാണ് വീട്ടിൽ നിന്ന് ഉദ്യോഗത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ആംബുലൻസിൽ തിരിച്ചു പോയത്? എത്ര ചെറുപ്പക്കാരാ ഓഫീസിൽ ഇരുന്നു കൊണ്ട് കണക്ക് കൂട്ടുമ്പോൾ ഇന്നാ ലില്ലാഹ്. എത്ര നിപുണരായ കളിക്കാരാണ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് പന്ത് തട്ടുമ്പോൾ ഇന്നാ ലില്ലാഹ്. എത്ര പ്രഭാഷകന്മാരാണ് പ്രഭാഷണത്തിന്റെ മധ്യേ ഇന്നാ ലില്ലാഹ്. എത്ര മണവാളന്മാരും മണവാട്ടികളുമാണ് അവർ യാത്ര ചെയ്യുമ്പോൾ പ്രഥമ രാത്രിയിൽ തന്നെ ഇന്നാ ലില്ലാഹ്. മോനെ ചിന്തിക്കണ്ടേ, മരണം ഓർക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ അറാദ വഇലാ ഫൽമൗതു യക്ഫീ. ആരെങ്കിലും എനിക്ക് എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരു പ്രഭാഷകൻ വേണോ എന്നാഗ്രഹിച്ചാൽ മരണത്തെ ഓർത്താൽ മതിയല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാളിങ്ങനെ ആഗ്രഹിക്കാണ് എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ എനിക്ക് ഒരാളെ കിട്ടണമെന്ന്. റസൂൽ പറയണേ, അതിന് പുറത്തുനിന്ന് ആളെ നോക്കണ്ട, ഈ മരിക്കുന്ന നീ ചിന്തിച്ചാൽ മതി, എന്നാൽ തന്നെ നന്നാവുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ നേരം വെളുത്തിട്ട് ഈ സമയത്തിനിടയിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോന്നല്ല, ഞാൻ എന്റെ അമ്മാറത്തിനോട് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടോണ്ട് വിരോധമില്ല, മരിച്ചു പോകും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പോവാനുള്ള സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കാത്തവൻ ഏറ്റവും വലിയ ബുദ്ധിയല്ലേ? നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ പോവാനുള്ളവരാണ്, ചിന്തിക്കണ്ടേ? എപ്പോഴും ആവാം, അത് ഇപ്പോഴും ആവാം. നിങ്ങൾക്കൊക്കെ ഇവിടെ നിങ്ങൾ തീരുമാനം പറയാം, എനിക്ക് എന്റെ തീരുമാനം പറയാം. പക്ഷെ ഇതിന് ശേഷം ഇനി സംഭവിക്കുന്നത് വിളിച്ചാൽ ആർക്കെങ്കിലും കഴിയുമോ? എനിക്ക് നിങ്ങളെ തീരുമാനം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, തീരുമാനം. എനിക്ക് പോകണം, ഉറങ്ങണം, തീരുമാനം. പക്ഷെ ഇതിന് ശേഷം സംഭവിക്കുന്ന എന്താന്ന് പറയാൻ പറ്റുമോ? തീരുമാനമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവിടുന്ന് എഴുന്നേൽക്കുമെന്ന് പറയാൻ പറ്റുമോ? വീട്ടിലെത്തുമെന്ന് പറയാൻ പറ്റുമോ? എത്തിയാ ഉറങ്ങുമെന്ന് പറയാൻ പറ്റുമോ? ഉറങ്ങിയാ ഉണരുമെന്ന് പറയാൻ പറ്റുമോ? തിരുവനന്തപുരത്ത് ഒരു പള്ളി ജീവനക്കാരൻ മുഅദ്ദിൻ, അദ്ദേഹം കല്യാണം കഴിച്ചു, മണിയറ പൊളിച്ചിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല. കമ്മിറ്റിക്കാരൻ അദ്ദേഹത്തിന് കല്യാണത്തിനോടനുബന്ധിച്ച് കൊടുത്ത ലീവ് പോലും കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് ജോലി ചെയ്യുന്ന മഹല്ലിൽ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് കേട്ടപ്പോ ആളെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് വന്നതാണ്. വന്നപ്പോ അവിടുത്തെ ഖത്തീബ് പറഞ്ഞു, ഏതായാലും കല്യാണം കഴിച്ച ഉടനെ പോകാൻ നിൽക്കണ്ട, വന്നതല്ലേ ഞാൻ നാളെ പോകണ്ട. അവിടെ പിടിച്ചു കിടത്തി. അവിടെ പിടിച്ചു കിടത്തിയപ്പോ 23 വയസ്സുള്ള ഈ സഹോദരൻ മുഅദ്ദിന് അന്ന് രാത്രി അവിടെ കിടന്ന സൈലന്റ് അറ്റാക്ക് കൊണ്ട് മരിച്ചുപോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരാഴ്ച ആയിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ട് മണിയറ പൊളിച്ചിട്ടില്ല. സമയമായാൽ മരിക്കന്നെ, വേറെ നിവൃത്തിയൊന്നുമില്ല. ആ മരണാനന്തര ഒരു ജീവിതം ഉണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം. ഇത് ജീവിതമല്ല, ഇതൊന്നുമല്ല. നമ്മളൊക്കെ എന്തിനാ പറ്റുക? നിങ്ങൾ നോക്കി, ഈ പഴുത്ത് പുഴുങ്ങി നിൽക്കുന്ന സമയത്ത് മണ്ണിന്റെ അടിയിലാണ്ട് കൊണ്ടുപോയി കൊട്ടിയിട്ട് കല്ലും വെച്ച് പോന്നാല് നമ്മളുണ്ടാവും, മൂക്കിൽ കുറച്ച് പഞ്ഞുണ്ടാവും, അങ്ങലുണ്ടാവും, വേറെ എന്താണ്ട്. നമ്മളൊന്നും ഈ ഇതുണ്ടല്ലോ, ഈ ബോഡി ഒന്നും പറ്റൂല. ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊക്കെ വീട്ടിൽ പോവാ, വീട്ടിൽ പോയിട്ട് കൈ ഇങ്ങനെ വരുത്തിയിട്ടൊന്ന് വാസന ചോക്കി, കോഴിക്കൂട്ടിനുള്ളിൽ തലട്ട സ്മെല്ലാണിത്, അറിവുണ്ട്. അതുണ്ടാവുള്ളൂ. ഐമസ് പേടിച്ചിട്ടാ ഈ മൊഞ്ച് കാട്ടുന്നതൊക്കെ, ഐമസ് പേടിച്ചിട്ടാ. അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ ഒരു തമാശയും കൂടി നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ ശരീരത്തിന് എത്ര ഓൾസ് ഉണ്ട്? ഇപ്പൊ ആരും തപ്പണ്ട, പനി പോയി തപ്പിയാൽ മതി. ഈ ഏതെങ്കിലും ഓൾസിലൂടെ വരുന്ന എന്തെങ്കിലും ഒന്നിന് എപ്പോഴെങ്കിലും ഒരു ചെറിയ സുഗന്ധം ഉണ്ടോ? ഇല്ല. എന്താ ഇല്ല? രാവിലെ കണ്ണിന്ന് കിട്ടുന്ന എന്താ? ഭസ്മ. ഇതൊക്കെ എങ്ങനെ ഈ തൊലിപ്പം പോഞ്ഞിട്ട് ഇങ്ങനെ സ്പ്രേ അടിച്ച് പൗഡർ ഇട്ട് കൊണ്ടിരിക്കല്ലേ? ഇത് ഈ റൂഹ് അങ്ങോട്ട് പോയാണ്ടല്ലോ, അത്ര ദുർഗന്ധമുള്ളൊന്നും അത് കൊണ്ടുപോയിട്ടപ്പോ നീച്ചയും പിന്നെ പുഴുക്കളും ഒക്കെ ഇങ്ങനെ ചളങ്ങല്ലേ. ഓ കബറന്ന് കേട്ടാൽ തൽക്ഷണം
തേണ്ടേതാ കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ മേടക്ക് പകരം മാലമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന ചിതലും പുഴുക്കളും താവളം പേരുത്തുണ്ടതിൽ സന്തോഷമാണ് വർക്കനെ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇന്ന് രാത്രി ചെറുപ്പക്കാരെ ഈ ഒരു ജീവിതം, ഈ ഒരു കിടത്തത്തിനെ കുറിച്ച് ഓർക്കണം. ഒരൊറ്റ ദിവസം 20 തവണ മരിക്കണല്ലോ എന്ന് ഓർത്താൽ അവൻ ശുഹദാക്കളുടെ കൂട്ടത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നവനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിന്ന് ഷഹീദാവണ്ട, അതിന് പറ്റുന്ന കാലമല്ല, ലോകമല്ല, അതിന് പറ്റുന്ന സാഹചര്യമില്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. എന്നാൽ ശുഹദാക്കൾ ഇരിക്കുന്ന VIP പോസ്റ്റിൽ നമുക്കൊന്ന് ഇരിക്കണമല്ലോ. അതിന് റസൂലുള്ള പറഞ്ഞ നല്ലൊരു മാർഗമാണ് ഒരു 20 തവണ 24 മണിക്കൂറിനിടയിൽ 20 തവണ ഞാൻ മരിക്കൊല്ലോ 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 എന്ന് ഓർത്തവൻ ശുഹദാക്കളുടെ കൂട്ടത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നവനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എണ്ണം പിടിക്കല്ല കേട്ടോ, അത് 200 ഒക്കെ ആക്കാം. മരണം മരണം സീരിയലിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കാം, മരണം 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 മരണം. അതിപ്പോ 200 2000 ഒക്കെ ആക്കാം. അങ്ങനെയല്ല, ഒറ്റ ചിന്ത, കുറെ ദോഷങ്ങൾ അങ്ങോട്ട് പൊളിഞ്ഞാണ് പോകും. ഇതെന്ന മനുഷ്യനില്ലാതായി. കൽബ് എന്നുള്ള ഞെടുക്കണ്ടല്ലോ, അതൊന്നും ഇല്ലാതായി. ഈ കൽബ് എന്നൊരു ഞെടുക്കണ്ട ഇല്ലാതായി. സത്യത്തിൽ ഈ മരിച്ച വീട്ടിൽ പോണെന്ന് പറഞ്ഞ എന്താ? മരിച്ചോനെ കുറിച്ച് ചിന്തിക്കാനല്ല, നമ്മളെ കുറിച്ച് ചിന്തിക്കാനാ. അതിനാ മരിച്ചോടത്ത് പോണെന്ന് പറഞ്ഞേ, നമ്മളെ കുറിച്ച് ചിന്തിക്കാനാ. എവിടെയാണ് ചിന്തിക്കുന്നത്? പെട്ടെന്ന് ഇപ്പൊ ഈ നാട്ടില് ആക്സിഡന്റ് ആയിട്ട് 2 ചെറുപ്പക്കാർ മരിച്ചു. അത് ദീർഘായുസ്സുണ്ട്. നമുക്ക് എല്ലാവർക്കും ആഫത്ത് മുസീബത്തുകളിൽ അല്ലാഹുവേ കാവല് തെറ്റ് എന്നെന്താ ഉണ്ടാകുക? വേറെ ചെറുപ്പക്കാര് ആ മരിച്ചവരെ കുറിച്ച് അങ്ങനെ പറയും, എടാ അവന്റെ ആ തല കെടുക്കണാണ് സഹിക്കാൻ വിചാരിച്ചത്. മറ്റാള് പറയും ആ മുഖത്തിന് വലിയ കുഴപ്പമില്ലെങ്കിലും വാറിന്റെ ഉള്ളിൽ വലിയൊരു ദ്വാരണ്ടെന്നാ. അപ്പൊ മൂന്നാമത്തെ ഒരാള് പറയും ഇനിയിപ്പോ അവന്റെ ഉമ്മാന്റെ മുഖം കാണാൻ വയ്യാച്ച് കരഞ്ഞോണ്ട്. ആ മറ്റാൾ പറയും എനിക്ക് ഉമ്മാന്റെ എനിക്ക് അവന്റെ ഓളം നോക്കും, ഇജ്ജത്തിന് അവന്റെ ഓളം നോക്കണം. അങ്ങനെ ഓരോ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഒരൊറ്റ കുട്ടി നമ്മളെ പോലെ ജീവിച്ചിരുന്ന ഒരാളാണല്ലോ, ഓനാണ്ട് പോയില്ലേ, ഇനി അടുത്തത് നമ്മളല്ലേ. നമ്മളെ നാട്ടിൽ ഇവിടൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പഴയ കാലത്ത് ചേലാകർമ്മം ചെയ്യുന്നത് ഒരു വീട്ടിൽ നിന്ന് 10-12 കുട്ടികളെ ഒന്നായിട്ടാണ് കൊണ്ടുപോകലാണ്. ഹോസ്പിറ്റലില് ഒരു ബെഞ്ചും എല്ലാരും കൂടി ഇങ്ങനെ നിരത്തിയിരുത്തല, അതിൽ ഒന്നിനെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് പണിയൊക്കെ കഴിച്ചിട്ട് കെട്ടിപ്പൊഞ്ഞിട്ട് ഇവിടെ കൊണ്ടിരുത്തും. അപ്പൊ എന്താ മറ്റൊരു ചെയ്യാ? ഇന്നാണല്ലോ. ഇപ്പൊ നമ്മളിങ്ങനെ അങ്ങനെയല്ല, ആ കെട്ടി കൊടുന്ന് കെട്ടി വെച്ച ഓന്റെ ഇങ്ങനെ നോക്കിയിട്ട് വാവാട്ടെന്നല്ല പറയണ്ട, ഇനി ഞാനാട്ടാന്നാ പറയാ. പക്ഷെ ഇന്ന് നമ്മളങ്ങനെ പറയണില്ല, മരിച്ചോനെ നോക്കിയിട്ട് പാസ്സാക്കാണ്. ഇപ്പൊ പാവാട്ടാ അതല്ല ഈ രംഗ വേണ്ടത്. അവിടെ അസുറായിൽ വന്നില്ലേ, ഇവിടെയും വന്നില്ലേ, അവിടെയും വന്ന്. ഇത് മനുഷ്യന്റെ തലയൊക്കെ അങ്ങോട്ട് കേറുന്നില്ല. ഇപ്പൊ എല്ലാരും ഉറപ്പിച്ചത് ഇന്ന് മരിക്കൂലെന്നല്ലേ, അല്ല ഉള്ളിൽ എങ്ങനെയാലും അങ്ങനെ തന്നെ. സംഗതിയൊക്കെ ശരിയാണ്, ഇപ്പൊ അടുത്തൊന്നും ഞാൻ മരിക്കൂല എന്നൊരു ചിന്തയാണ് എല്ലാരെയും സ്വാധീനിച്ചത്. അതുകൊണ്ടായി പ്രശ്നമൊക്കെ. അടുത്തൊന്നും മരിക്കൂല എന്ന് എല്ലാവർക്കും തോന്നുന്നത്. സംഗതി മരിക്കും, അടുത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചവരാണ് ഖബറിന്റെ അടിയിലുള്ളത്. ഖബറിന്റെ അടിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടവരൊക്കെ അങ്ങനെ ചിന്തിച്ചവരാണ്. ആരപ്പ പെട്ടെന്ന് മരിക്കുന്നു ഓർത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് തമാശയല്ല, ഇത് തമാശയല്ല. പിന്നെ തുടങ്ങുന്ന ജീവിതത്തിന് വേണ്ടി എന്താണ് മുഅ്മിനെ ഈ ഒരുക്കി വെച്ചത് ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ഓരോ ശരീരവും ഗൗരവത്തോടെ ചിന്തിക്കട്ടെ. നാം ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? എന്താ ചെയ്യേണ്ടത്? ശരീരം കൊടുക്കണം, മനസ്സ് കൊടുക്കണം, സമ്പത്തും അല്ലാഹു കൊടുക്കണം.
നല്ല സമ്പത്ത് ഉണ്ടാവുക ഹലാലായ രൂപത്തില്, അത് അള്ളാന്റെ മാർഗത്ത് പോവാ. ഇവൻ മഹ്ശറിൽ അമ്പിളിയാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നമ്മളെ കൂട്ടത്തിൽ എല്ലാ ധനാഢ്യന്മാരെയും ഐശ്വര്യമുള്ളവരെയും അല്ലാഹു തആല ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. പലിശയിലൂടെ പൈസ ഉണ്ടാക്കുക, കള്ള് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക, തമ്മാടിത്തരത്തിന് വേണ്ടി ചെലവഴിക്കുക. ഇവൻ നാളെ ശപിക്കപ്പെട്ട അബൂജഹലിന്റെ കൂടെ കഠോരമായ നരകത്തിന്റെ തീച്ചുളയിലാണ്. മുഹമ്മദ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരവും പടച്ചവന് കൊടുക്കേണ്ടതാ. കണ്ടോ, പരിശുദ്ധമായ ഖുർആൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب മനസ്സുകൊടുത്തു. الذين يؤمنون بالغيب മനസ്സുകൊടുത്തു. يقيمون الصلاة ശരീരവും കൊടുത്തു. മനസ്സും കൊടുക്കണം, ശരീരം കൊടുക്കണം. പോരാ, ومما رزقناهم ينفقون പൈസയും കൊടുക്കണം. ഇത് മൂന്നും അല്ലാഹു കൊടുത്തവർക്ക് സ്വർഗമുള്ളൂ. അത് നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഒരാള് ശരീരം കൊടുത്തു, മനസ്സും നല്ല നിസ്കരിക്കും, ദിക്റും ചൊല്ലും, സലാത്തുല്ലോ, പക്ഷെ മഹാപിഷ്കനാണ്. ഒരു യത്തീം കുട്ടിയുടെ കാര്യം പറയുമ്പോൾ 10 ഉറുപ്യ കൊടുക്കൂല, മദ്രസന്റെ കാര്യം വരുമ്പോൾ 5 ഉറുപ്യ കൊടുക്കൂല, മഹാപിഷ്കനാണ്. അവനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് വൽ ബഖീലു ബഈദും മിനല്ലാഹി വ ബഈദും മിനൻ നാസി വ ബഈദും മിനൽ ജന്നതി വ ഖരീബും മിനൻ നാർ. മുഹമ്മദ് മുസ്തഫ അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അള്ളാനെ തൊട്ടാകുന്നവനാണ്, സ്വർഗത്തെ തൊട്ടാവുന്നവനാണ്, ജനങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് പുറത്തു പോയവനാണ്. അവനൊരു ചെറിയ ബന്ധമുണ്ടെങ്കിൽ അത് കത്തിക്കാടുന്ന ഭീകരമായ നരകജ്വാലയോടാ. മുഹമ്മദ് റസൂലുള്ളാഹി വറക്കെ മുഹമ്മദ് മുസ്തഫ. النبي حاضر يعلم علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله ഈ പവിത്രമായ പരിമളം തൂകുന്ന വൈജ്ഞാനികമായ പ്രഭാ ധരിച്ചു നിൽക്കുന്ന ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് അങ്ങകലെ മദീനയുടെ കസ്തൂരി മണ്ണിൽ ബർസഖിയായ ലോകത്തെ വിശ്രമിച്ച് നിദ്ര കൊള്ളുന്ന പുണ്യപൂമാൻ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സദസ്സ് കാണട്ടെ, വിചാര വികാരങ്ങൾ അറിയട്ടെ, നമുക്ക് അനുകൂലമായി സന്തോഷിച്ചുകൊണ്ട് ദുആ ചെയ്യട്ടെ. അതിന് നിങ്ങൾ സ്നേഹത്തിന്റെ ഒരു സ്വലാത്തിന്റെ സലൂട്ട് അർപ്പിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദുന്യാ മസ്റത്തുൽ ആഖിറ. ഇതാണ് നമുക്ക് ദുന്യാവ് പറ്റേ. ചിലർ അങ്ങനെ മാത്രം പറയും. അങ്ങനെയുണ്ട്, ഹദീസിൽ എങ്ങനെയുണ്ട്, അദ്ദുന്യാ ജീഫത്തുൻ വതുല്ലാബുഹാ കിലാബ്. ദുന്യാവ് ശവമാണ്, അത് തേടിയ ആൾക്കാർ പട്ടികളാണ്. അത് മാത്രം അർത്ഥം വെക്കരുത്. ഇപ്പുറത്ത് വേറെ ഹദീസ് ഉണ്ട്, അദ്ദുന്യാ മസ്റത്തുൽ ആഖിറ. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് മുഹമ്മദ് മുസ്തഫ. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അർത്ഥം വെക്കണം. അപ്പൊ ആര് ദുന്യാവാണ് ശവായത്? ദുന്യാവുണ്ട്, പക്ഷെ അതനുസരിച്ച് അള്ളാഹുവായിട്ട് ബന്ധമില്ല. ദുന്യാവുണ്ട്, ആ ദുന്യാവ് മുഴുവൻ അവന് പിശാചിന് വേണ്ടി എഴുതി കൊടുക്കുകയാണ്, പിശാചിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യന് ദുന്യാവ് ശവം തന്നെയാണ്. പക്ഷേ ദുന്യാവുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, ദുന്യാവുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്, ദുന്യാവുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, ദുന്യാവുണ്ട്, നല്ലതിന് ചെലവഴിക്കുന്നുണ്ട്. ആ ദുന്യാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. അല്ലാഹു തആല നമുക്ക് ഹലാലായ ദുനിയാവ് തരട്ടെ. ദ്വാരക്കും പ്രിയപ്പെട്ടവരെ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദുനിയാവ് കൊണ്ട് തന്നെ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണ്? ദുനിയാവ് അല്ലാഹുവിനെ തൊട്ട് വിസ്മരിക്കുമ്പോൾ. ലാ തുൽഹിക്കും അമ്മാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. അമ്പാല് സമ്പത്തും സന്താനങ്ങളോ അല്ലാഹ് എന്ന ബോധത്തിനെ തൊട്ട് തടഞ്ഞാൽ, അങ്ങനെ തടയപ്പെട്ടവൻ പരാജയത്തിലാണ്. അവൻ പരാജയത്തിലാണ്. കാരണം അവൻ ഇങ്ങനെ
അശാക്കേശിലുണ്ടാവും, നിസ്കേശിലുണ്ടാവില്ല, നോക്കോറ്റുണ്ടാവില്ല. മക്കളും പെണ്ണുങ്ങളും തലയിലേറ്റ് പിന്നെ പോകുമ്പോ ഈമാനില്ലാതെ പട്ടികളെ പോലെ ചത്തുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നേരെ മറിച്ച് അള്ള കൊടുത്തു, ഒക്കെ പൊരുത്തത്തിന് ചെലവഴിച്ചു, നിസ്കാരം നിലനിർത്തി. ഞാൻ അതിൽ ചെറുപ്പക്കാരോട് പറയാം, പരലോക ചിന്തകളാ, വെറും മരണം മാത്രമല്ല. ഒറ്റ കാര്യം ഞങ്ങളോട് പറയാം, ഇന്ന് നിസ്കാരം എടുത്തു പോയ കലയുടെ അടുത്തൊരു സ്ഥലത്ത് പങ്കെടുത്തപ്പോൾ സംഘാടകരിൽ 43 ചെറുപ്പക്കാരുണ്ട് സംഘാടക സമിതിയിലെ അംഗങ്ങളിൽ. മഗ്‌രിബ് കഴിഞ്ഞു, ഇശാക്കേശം ഓരോ പയ്യന്മാരും വന്ന് കൈ പിടിച്ചിട്ട് പരിചയപ്പെടാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേ ഈ 43 ആളുകളോട് ഞാൻ ചോദിച്ചു, മോനെ നിസ്കരിച്ചോ, മഗ്‌രിബ് നിസ്കരിച്ചോ? വാള് സംഘടിപ്പിച്ച സംഘാടകർ എൻ്റെ അടുത്ത് പറയാണ് ഓരോ ആളുകളും ഇല്ല ഇല്ല ഇല്ല. 43 ആളുകളും ആരും നിസ്കരിച്ചില്ല. വാളിന്റെ സംഘാടകർ. ഇത് ഇപ്പൊ നമ്മളൊക്കെ പരിപാടി പോയ സംഘാടകരെ കണ്ടാൽ തന്നെ പേടിയാണ്. ഇപ്പോ മനുഷ്യന്മാരാണെന്ന് തോന്നൂല. ഇടടുത്തൊരു സ്ഥലം ഞാൻ പറയില്ല, കേരളത്തിന്റെ ഒരു അച്ചാണ്. അവിടെ അതിനെപ്പോഴും കഴിഞ്ഞ റബീഉൽ അവ്വൽ എനിക്ക് നല്ലോണം പണിയുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വരില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒന്നായിട്ട് പബ്ലിസിറ്റി ആളൊക്കെ കൂടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ച് ദൂരെ നിന്നൊക്കെ ആളുകൾ വരും, വരാതിരിക്കാൻ പറ്റൂല. എനിക്ക് വെയ്യാന്ന് പറഞ്ഞ പോയിക്കാളി എന്നാലും വരുന്നത് പോയി. ഞാനും ഡ്രൈവർ മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, ഒരു 5-8 ചെറുപ്പക്കാർ ഇന്നങ്ങോട്ട് വളർന്നു. ഇവരൊക്കെ കാണും എനിക്ക് പേടിയാണ്. അല്ല, വാള് സംഘടിപ്പിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോ എനിക്ക് പേടിയായി. കാരണം എന്താ അറിയാ, ഒരാളെ മുടി നന്നായിട്ട് ഇങ്ങനെ നീണ്ട മുടി, ഒരാളെ മുടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈക്കോൽ കൊണ്ട് ഏറ്റിച്ചു, ഒരാളെ നഖം ഉളിയുടെ വലുപ്പുണ്ട്, ഒരാളെ മീശ കൂറന്റെ മീശ. എന്നിട്ട് ഇങ്ങനെ എല്ലാരും കൂടി ഇന്നെ ഭക്ഷണം കഴിക്കാതെ വീട്ടുകൊണ്ട് എത്തിയിട്ട് അറിഞ്ഞു ചോറിട്ട് എന്നിട്ട് പേടിയാകാം. ഞാനങ്ങനെ ചെന്ന് എനിക്ക് ഇവരെ കാണാൻ പേടിയാ. അതിലൊരാൾ വലിയൊരു മീനുണ്ട്, അടുത്തിട്ട് പാത്രത്തെ കുറിച്ചിട്ട് തിന്നോളി. ഞാൻ ചെന്നതാറുണ്ട്. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അവൻ എന്നെ തിന്നുന്നു. അങ്ങനെ പഠിക്കുന്ന ഞാൻ മേടിച്ചു എല്ലാം കാട്ടുന്ന നബിദിനം നടക്കുന്ന സംഘാടകരെ കോലാണ് എന്ത് ചിന്തിച്ചത്. ഇപ്പത്തെ ചെറുപ്പക്കാരവസ്ഥ. ഇടടുത്ത് എന്റെ അടുത്തൊരു വാപ്പ ഒരു മോനെ കൊണ്ടുവന്നു. ഈ വാപ്പ നല്ല മനുഷ്യനാ. അയാള് രാത്രിയിൽ 10 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ് ഈ വാപ്പ. അയാൾ എന്റെ അടുത്ത് പറഞ്ഞതാണ്, ഇയാളെ മോനെ ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യനാ. എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇതെന്റെ മോനാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കുട്ടിനെ ഇങ്ങനെ നോക്കിയപ്പോഴേ ഇവന്റെ കയ്യുമലിന്റെ ബ്ലേഡോണ്ട് റഷീദ എന്ന് എഴുതി വെച്ചിരിക്കും. ബ്ലേഡോണ്ട് റഷീദ എന്നുള്ള സ്പെല്ലിങ്ങില് രക്തം ചിലക്ക് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ഇവനെ ദ്വാരപ്പിക്കാൻ കൊടുത്താണ് എന്റെ അടുത്ത്. വാപ്പ നല്ല മനുഷ്യന്. വാപ്പാന്റെ പേര് പറയാൻ ഒന്നു ചെയ്തിട്ട് ബ്രഷ് ചെയ്യണം. അയാളെ പേരൊന്ന് പറയാം. ഇവന്റെ പേര് പറഞ്ഞാൽ നമ്മൾ അതിന് വേറെ ബ്രഷ് ചെയ്യണം. അപ്പൊ ഇത് കയ്യമ്മ ഞാൻ കണ്ടു, ഞാൻ പിടികൂടി. എടാ നിന്റെ കയ്യിൽ എന്താന്ന് വെച്ചു. അപ്പൊ അവ എന്നെ പൊട്ടനാക്കി എന്നോട് പറഞ്ഞു, അത് കല്ല് തട്ടിയതാണ് എന്നാണ്. കല്ല് തട്ടുമ്പോഴേക്ക് റഷീദാന്നായ. ഞാൻ പറഞ്ഞ ഈ ആ കല്ലൊന്നും എനിക്ക് പറഞ്ഞുതരോ? എന്നാ പിന്നെ ഹദർ ഹസ്ബന്റെ അടുത്തൊന്ന് മുത്താൻ പോണ്ട, വലിയ കറാമത്തുള്ള കല്ലാണ്, ഞാൻ അങ്ങൊന്ന് പോട്ടെ, കാരണം കല്ലൊന്ന് പറഞ്ഞു തരുന്നു. അപ്പൊ അവനിങ്ങനെ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുക. ഇത് വാപ്പ അറിഞ്ഞിട്ട് അതാ വലിയ അത്ഭുതം. വാപ്പ ഞാൻ മനസ്സിലാക്കി എന്റെ റൂമിന് വാപ്പനെ എടുത്തിട്ട് ഈ കുട്ടിക്ക് ഒരു അടിയുള്ളൂന്നാ. അങ്ങനെ അടിക്കാൻ വേണ്ടി കൈവിഷയത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞാൻ നിൽക്കുവാണ്. പക്ഷെ കാരണവര് ചെയ്ത അതല്ല. ഈ 10 റക്അത്ത് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ മോനോട് പറയാണ്, എടാ ഉസ്താദിന്റെ അടുത്തൊക്കെ വരുമ്പോ ഫുൾ കൈയുള്ള കുപ്പായിട്ട് വരണ്ടേ? അങ്ങനെ ഉസ്താദിന്റെ അടുത്തൊക്കെ വരുമ്പോ ഫുൾ കൈയുള്ള കുപ്പായിട്ട് വരണ്ടേ? ഇന്ന് ചില വാപ്പാര അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിക്കും നമ്മൾ എവിടെ എത്തി? പഴയ കാലത്തെ മഹാന്മാരുടെ അവസ്ഥ എന്താ? ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്നത്തെ ഈ ആധുനികമായ ഭൗതിക ബളബളായമാനത്തിലെ തിമിർപ്പ് കൂട്ടിയിട്ടുള്ള ജീവിതവും ഈ ആഡംബര ആഘോഷ സാമ്രാജ്യത്തിൽ നാം കിടന്ന് കളിക്കുകയും ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പുരാതന കാല മഹാന്മാരുടെ പട്ടിണി കഷ്ടപ്പാട് നാം വിസ്മരിക്കരുത്. ഇവിടെ നിന്ന് ദ്വാ ചെയ്ത ബഹുമാനപ്പെട്ട കോയക്കുട്ടി സാർ 50 ദിവസമൊക്കെ ഒറ്റ സ്റ്റേജിൽ തുടർച്ചയായിട്ട് വാള് പറഞ്ഞ ആളാണ്. ഇപ്പൊ സുഖമില്ല. ആരായിരിക്കുന്നത് അറിയുന്നത്? ഞങ്ങൾ വാപ്പിയും മോനെ പോലെ കഴിയുന്നവരാ. 50 ദിവസം തുടർച്ചയായിട്ട് വാള് പറഞ്ഞു. ഈ അടുത്ത് കോയക്കുട്ടി സാർ തൃശ്ശൂർ ജില്ലയിലേക്ക് ഒരു വാളിന് പോയി. അതിന്റെ പിറ്റേന്ന് ഞാൻ ഉണ്ടായിരുന്നു അവിടെ വാളിന്. ദ്വാക്ക് ബഹുമാനപ്പെട്ട കോയക്കുട്ടി സാർ. അവിടെ പോയപ്പോ ഹൗലിൽ തീരെ വെള്ളം നിൽക്കണില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം. ഹൗലിൽ തീരെ വെള്ളം നിൽക്കണില്ല. മനോഹരമായ പള്ളി, ഗംഭീരമായ ഹൗള്, എത്ര വെള്ളം നിറച്ചാലും അടിയിലൂടെ ഒഴുകി പോവാ. എന്തോ അയ്യ കോയക്കുട്ടി. ഞാൻ പോയപ്പോഴും ഹൗലിൽ വെള്ളമില്ല. അപ്പൊ ഞാൻ അവിടുത്തെ മുദ്രശനോട് ചോദിച്ചു, ഇതെന്താ ചോദിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നമാണ്, എന്താണെന്നറിയില്ല, ഇവിടെ ഹൗലിൽ വെള്ളം നിൽക്കണില്ല. കോയക്കുട്ടി സാഹിബ് പിറ്റേന്ന് അവിടെ ദ്വാരക്കാൻ പോവാ. ഉദു ചെയ്യാൻ നോക്കുമ്പോ ഹൗലിൽ വെള്ളമില്ല. അപ്പൊ ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു.
ഇവിടെ ഹൗദിൽ വെള്ളം നിൽക്കണില്ല ഉസ്താദ് പറഞ്ഞു എന്നാ ഈ ഹൗദിൽ വെള്ളം നിൽക്കണം, ഇനി പോകാൻ പാടില്ല. അതിന് ശേഷം 1 മാസം കഴിഞ്ഞു, പിന്നെ ഹൗദിൽ വെള്ളം പോയിട്ടില്ല. അങ്ങനത്തെ ആൾ അവിടെ ദ്വാരന്ന് പോയത്. അവരൊന്നും ദുന്യാവിന്റെ ആളുകളല്ല, അവർക്ക് അള്ളാ എന്ന് തലയിൽ വെച്ച ആളുകൾ. അള്ളാഹു താല അവരെ പിന്നാലെ നിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളറിയോ ആരാണ് മഹാന്മാരായ സാദാത്യങ്ങൾ, ആരാണ് പാണക്കാട്ട് അവരൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഖബറിനെ പോയിട്ട് അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ മനസ്സൊന്നായിട്ട് അവിടുത്തെ ദർസിന്റെ വാർഷികത്തിന് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ ആ മഹാന്റെ ഖബറിങ്ങനെ നിൽക്കുമ്പോ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ആരാണ് കിടക്കുന്നത്? ആരാണ്? പെരിന്തൽമണ്ണയിൽ ഒരു സ്ഥലത്ത് ഒരു പരിപാടി കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അർദ്ധരാത്രിയിൽ എന്റെ ഒരു മനുഷ്യൻ റോഡരികിൽ വന്നുകൊണ്ട് കൈ നീട്ടുകയാണ്. റോഡരികിൽ വന്നുകൊണ്ട് രാത്രിയുടെ ഇരുട്ടിൽ ഒരു മനുഷ്യൻ കൈ നീട്ടുകയാണ്. പാണക്കാട് തങ്ങൾ തൊപ്പി ഊരിയിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവില്ല, തങ്ങൾ തൊപ്പി ഊരിയാൽ മനസ്സിലാവില്ല. നല്ല അറിയുന്ന ആളുകൾക്ക് അറിയൂ, തങ്ങൾ തൊപ്പി ഊരിയിട്ടിരിക്കുക. രാത്രി 1:30 മണിക്ക് ഒരാൾ കൈ ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്റെ ഡ്രൈവറോട് പറയല എന്താ അറിയോ, ഞാൻ വണ്ടിയിൽ നിന്നിട്ടാണ് ഉറങ്ങല. അവരോട് പറയും ആര് കൈയേറ്റലും നിർത്തണ്ട, കൈ നീട്ടിയാല് സ്പീഡ് കൂട്ടിക്കൂട്ടിന്ന് പറയല്. കാരണം കയറി ഇറങ്ങാൻ ഏത് ആദ്യം എന്ന് പറയാൻ പറ്റില്ല, ഏത് ബോംബേറ്റാ വരുന്നെന്നും പറയാൻ പറ്റില്ല. തങ്ങള് കൈ നീട്ടിയപ്പോ ഡ്രൈവറോട് പറഞ്ഞ് ചവിട്ടുക, വണ്ടി റിവേഴ്സ് ഇട്ട് ഈ പാവം മനുഷ്യനോട് വെച്ചു, തങ്ങൾ പാപ്പ എന്താ മോനെ രാത്രി ഇവിടെ നിന്നിട്ട് കൈയിട്ടു വെച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞ് എന്റെ തങ്ങളാണ് മനസ്സിലായിട്ടില്ല, എന്റെ ഭാര്യ ആദ്യത്തെ പ്രസവമാണ്, പ്രസവവേദന കൊണ്ട് അവള് കഠിനമായ പ്രയാസത്തിൽ കയ്യും കാലും ഇട്ടടിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ അടുത്തുണ്ടാവണം, വണ്ടിയില്ല. തങ്ങൾ പറഞ്ഞു ഡ്രൈവറോട് കയറ്റ്, വണ്ടി അങ്ങനെ കയറ്റുന്നത്. തങ്ങളുടെ മനോഹരമായ വണ്ടി പോകാൻ മാത്രം റോഡിന് വിശാലതയില്ല, പക്ഷെ ഡ്രൈവർ വണ്ടി അങ്ങെടുത്തു, വണ്ടി കണ്ട് വീട്ടിലെത്തി. ആ ചെറ്റപ്പുര തലതാഴ്ത്തി കയറേണ്ട ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കി ആ ചെറ്റപ്പുരയിലേക്ക് പാണക്കാട്ട് തങ്ങളുപ്പാപ്പ തൊപ്പി മൂടിയിട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇയാളോട് പറഞ്ഞു ഭാര്യനെ വണ്ടിയിൽ കയറ്റി. ഭാര്യയെ വണ്ടിയിൽ കയറ്റി എന്ന് പറഞ്ഞു. വണ്ടിയിൽ കയറ്റി. ഈ ഭാര്യയെ വണ്ടിയിൽ കയറ്റിയിട്ട് മഹാനായ പാണക്കാട്ട് സുൽത്താൻ ഈ വണ്ടി പെരിന്തൽമണ്ണ ടൗണിലെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാ. അവിടെ പോയി ഈ പെണ്ണിനെ പ്രസവാർഡിൽ കയറ്റിയിട്ട് തങ്ങള് ഭർത്താവിനെ പറഞ്ഞ് ആസ്വദിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു മോനെ ബേജാറാവണ്ട, സുഖമായിട്ട് പ്രസവിച്ചോളും, ബേജാറാവണ്ട, ഞാൻ തുറക്കാന്ന് പറഞ്ഞു. തങ്ങൾ അവിടെ ഉള്ള ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാള് ഭാര്യ പ്രസവിക്കാത്ത ബേജാറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ഒരു ഭാഗത്തും ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ വന്നിട്ട് പറഞ്ഞു എന്റെ ഭാര്യ പ്രസവിച്ചു, നിങ്ങൾ പൊയ്ക്കൊള്ളിന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് തങ്ങള് ചെറിയ പുരയാണല്ലോ കണ്ടത്, പാവപ്പെട്ട ആളാന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അടക്കാനുള്ള പൈസയും കൊടുത്തു. അങ്ങനെ വണ്ടി കയറുമ്പോ ഇയാൾ ചോദിച്ചു ഡ്രൈവറോട് ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോ ഡ്രൈവർ പറഞ്ഞു ആളെനിക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ല, ഇതാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഈ മനുഷ്യൻ അവിടെ ബോധം വിട്ടു വീഴുകയാ. അവരൊക്കെ തലയിൽ പരലോകം വെച്ച ആളുകളാ. അവരൊക്കെ തലയിൽ പരലോകം വെച്ച ആളുകളാ. എന്തിനാണ് ഈ രാത്രി തങ്ങൾ ഈ പണിയെടുത്തത്? അല്ലാ എന്ന് ഓർമ്മയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ നമ്മൾ മരിക്കൂല്ലേ? മരിച്ചാൽ ഖബറിൽ ചെന്നാൽ മോനെ പരീക്ഷയുണ്ട്. മുങ്കർ നക്കീർ മാത്രമല്ല, ധാരാളം പരീക്ഷണങ്ങളും പരീക്ഷകളുമുണ്ട്. അതിൽ വിജയിച്ചാലാണ് ജീവിതം സുഭിക്ഷമാകുന്നത്, സുഖകരമാകുന്നത്, സന്തോഷമാകുന്നത്. അല്ലെങ്കിൽ സന്താപത്തിന്റെ പറക്കെട്ടുകൾക്കിടയിൽ കിടന്ന് പിടഞ്ഞമരുന്നതാ. ഇതോർത്തുകൊണ്ടാണ് ശംസുല്ലമ കരഞ്ഞത്. ഇതോർത്തുകൊണ്ടാ കണ്ണിയത്ത് ഉസ്താദ് പരിശുദ്ധമായ ഖുർആനിന്റെ മുമ്പിൽ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരഞ്ഞത്. ഇതോർത്തുകൊണ്ടാ സിഎച്ച് ഉസ്താദ് ഉറക്കമില്ലാതെ നെഞ്ചൊടിഞ്ഞുകൊണ്ട് കരഞ്ഞത്. അല്ലാ അല്ലാ, ആ ഓർമ്മ നമുക്ക് വേണം, മറക്കരുത്. പോകാനുള്ള യാത്രയെ കുറിച്ച് മറക്കരുത്. ومن لي إذا شدت إلى الرأس لحيتي وخلفي كريمات علي بغكيا وفيهن أمي شقيقي وعطرتي ينادون خلف الناس
الناس من لا يجيبه وقد كنت في الدنيا سريع الإجابة ഇന്ന് ഞാൻ എന്റെ കണ്ണ് തുറക്കുകയാണ്, കണ്ണ് അടക്കുകയാണ്. നാളെ ഈ കണ്ണ് മറ്റുള്ളവർ എന്നെ വന്ന് അടച്ചു കൂട്ടുമ്പോൾ എനിക്കാരാ. ഇന്ന് ഞാൻ ഈ കൈ ഉയർത്തുകയാണ്, താഴ്ത്തുകയാണ്. നാളെ മറ്റുള്ളവരെ ഒന്നുകൊണ്ട് ഈ കൈ താഴ്ത്തുമ്പോ എനിക്കാരാ. ഞാൻ മരിച്ചു എന്ന വിവരം നാടിന്റെ നാനാഭാഗങ്ങളിലും വണ്ടിയിൽ മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് നടത്തിയിട്ട് ആളുകൾ എന്റെ ജനാദക്കരികിലേക്ക് വരുമ്പോൾ എനിക്കാരാ. ينادون خلف الناس من لا يجيبه وقد كنت في الدنيا سريع الإجابة. മരിച്ചിട്ട് ഞാൻ 6 കാലുള്ള കട്ടിൽ കയറിയിട്ട് 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് 6 അടി മണ്ണിലേക്ക് പരലോക പൗരത്വം സ്വീകരിച്ചോണ്ട് നിസ്സായ അവസ്ഥയിൽ കടന്നു വരുമ്പോ എന്റെ പിന്നിലുള്ളതൊരു പിടി പെണ്ണുങ്ങളാണ്. അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? പിന്നില് കുറച്ച് പെണ്ണുങ്ങൾ എന്നിട്ട് കരയാണ്. കാക്കാങ്ങള് പോവാണോ മോനെ? അപ്പൊ ഉമ്മ മോനെ എടാ ഇതൊക്കെ എന്നെ കൊണ്ടേറ്റ് മറയേണ്ട ആളല്ലേ, അതിന് മുമ്പ് ഇയ്യ് പോവാണോ? അല്ലേ? അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. അടിതെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബ്ലീസ്. അടിതെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബ്ലീസ്. അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാല പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. എല്ലാ പാട്ടുകളും ഏത് ഭാഷയിലും പാടിയിട്ടുണ്ടല്ലോ? എല്ലാ ഭാഷയിലുണ്ട്. ദുനിയാ മുസാഫിർ ആനാ ഹേ जो आया है उसको जाना है. मरना भी एक बहाना है और कब्र भी तेरा ठिकाना है. എല്ലാരും പാടിയിട്ടുണ്ട്. പാടിയവരൊക്കെ മരിച്ചുപോയി. ഇനി പാടി ഞാനും മരിക്കും, കേട്ടങ്ങളൊക്കെ മരിക്കും. ഇനി പുതിയ ആൾക്കാരാണ് വരിക. ഉള്ളവരൊക്കെയാണ് മാറിക്കൊടുക്കുന്നത്. അല്ലേ? ഇതൊരു കല്യാണ പന്തലാണ്. കല്യാണപ്പന്തല്ല അങ്ങനെയല്ലോ. കുറെ ആൾക്കാർ ആദ്യം കൈ കഴുകിയിട്ട് ചോറ് കഴിക്കും. അപ്പൊ വേറെ കുറെ ആൾക്കാരെ നീച്ച കസേര ഇരിക്കാൻ കൈ കഴുകിയിട്ട് ഇങ്ങനെ കാത്തിട്ടുണ്ടാവും. എന്നപോലെ ഇപ്പൊ കുറെ ആൾക്കാർ ഉമ്മാരെ ഗർഭാശയങ്ങളിൽ ഗർഭം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രസവിക്കാൻ. അതിന് നമ്മൾ കുറച്ച് ആൾക്കാരാണ് തട്ടിപ്പോണം. എല്ലാവരും കൂടി വന്നാൽ ശ്വാസം മുട്ടി നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവരിങ്ങനെ കാത്തിക്കാൻ ആരൊക്കെ ഇപ്പൊ ഇറങ്ങണ ആ വിളവുക്ക് ഇങ്ങോട്ട് വീഴാൻ. ഇത് കല്യാണ പന്തലാണ്. അതിന് കുറെ ആൾക്കാർ നാളെ പ്രസവിക്കും, കുറെ ആൾക്കാർ അതിനനുസരിച്ച് തട്ടിപ്പോവും ചെയ്യും. അതിൽ ഓരോ മഹലിൽ നിന്ന് ഓരോ ദിവസം തട്ടിപ്പോകാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അസ്രായേലിന്റെ കയ്യിലുണ്ട്. ഇന്ന് നമ്മളൊക്കെ അടുത്ത് അസ്രായേൽ ചുരുങ്ങിയത് ഒരു 10 വട്ടം വന്നിട്ടുണ്ടാവും. സമയം ഇരിക്കണോ നോക്കാൻ. ഇന്ന് നമ്മളിങ്ങളൊക്കെ വലത്ത് റക്കീബ് ഇടത്ത് അത്തീബ് എന്താ നമ്മളെ നടത്തുക? ഈ റക്കീബിനെ കുറിച്ച് പറയുന്നത് ഡെയിലി മാറുന്നതാണ്. റക്കീബ് ഒന്നല്ല, ഒരുപാട് റക്കീബുകൾ ഉണ്ട് എന്നാണ്. അത്തീദ് ഒന്നേ ഉള്ളൂ. ഇവരിങ്ങനെ എഴുതാണ്. ഇടയിൽ ചെറുപ്പക്കാരോട് വരട്ടെ, ഇത് വല്ലാതെ ഉപയോഗം